ഹായ് ഹലോ, നമുക്ക് ഇന്നൊരു വെജിറ്റബിൾ ഷവർമ ഉണ്ടാക്കാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു സോസ് തയ്യാറാക്കാം. പാൻ അടുപ്പത്തേക്ക് വെച്ച് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 20 ഗ്രാമൊക്കെ മതിയാവും. അതൊന്നിട്ടൊന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർക്കണം. കോൺഫ്ലവർ ഇല്ലെങ്കിൽ നമുക്ക് മൈദ വേണമെങ്കിൽ ഇതിനു വേണ്ടി ചേർക്കാം. ചേർത്തതിൻ്റെ ജസ്റ്റ് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് അതിലേക്ക് 1 കപ്പ് പാല് ചേർക്കുന്നുണ്ട്. പാല് ചേർത്തത് അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് എടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് ഇളക്കി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് 1 ടീസ്പൂൺ ഒറിഗാനോ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇത് രണ്ടും ചേർത്ത് പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. 2 സ്ലൈസ് ചീസ് കൂടെ ചേർക്കണം. അപ്പോഴത്തെ ഇത് നല്ല ചൂടായി കിടക്കുന്നതായതുകൊണ്ട് പെട്ടെന്ന് ഈ ചീസ് അങ്ങ് മെൽറ്റായി കിട്ടും. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ട് വരും. അതിനുശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. പിന്നെ കുബൂസിനുള്ള മാവൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 1 മണിക്കൂറിന് മുമ്പ് എല്ലാം കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കുഴച്ച് ചപ്പാത്തി മാവിൻ്റെ ഇരട്ടി വലിപ്പമുള്ള ഉരുളകളാക്കി ഇച്ചിരി കനത്തിൽ പരത്തിയെടുക്കണം. നമുക്ക് ഇത് വേണം ചപ്പാത്തിയുടെ ഉള്ളിൽ ഈ ഫില്ലിങ് വെച്ച് നമുക്ക് എടുക്കാൻ പറ്റും. ഇത് നമുക്കിങ്ങനെ ഉരുള ആക്കി ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാമെങ്കിൽ ഒന്നുകൂടെ എല്ലാം നല്ല പൊങ്ങിയൊക്കെ കിട്ടും. ഇത് ഞാൻ പെട്ടെന്ന് തന്നെ ഉരുളയാക്കിയിട്ട് പരത്തി അങ്ങ് എടുക്കുകയാണ്. ഇത് നമുക്ക് ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. ചുട്ടെടുത്തിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് എടുക്കാം. വെജിറ്റബിൾസ് കുക്കുംബർ എടുക്കുന്നുണ്ട്, ക്യാരറ്റ്, സവാള, തക്കാളി, പിന്നെ ഞാൻ 2 ക്യാബേജിൻ്റെ 2 ലീഫും കൂടെ എടുക്കുന്നുണ്ട് വലുത്. അതും കൂടെ എല്ലാം ഇങ്ങനെ ചെറിയ സ്ക്വയർ പീസാക്കി കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്യാപ്സിക്കവും ഒക്കെ വേണമെങ്കിൽ ഇടാം. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ നമുക്കിതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടർ തന്നെ വെച്ച് അതിലേക്ക് വെജിറ്റബിൾസ് അരിഞ്ഞതെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ഒത്തിരി അങ്ങ് വേവിക്കേണ്ട, ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി എടുക്കണം. നമുക്ക് ഓരോ കുബൂസ് എടുത്തിട്ട് ഇതുപോലെ ആദ്യം വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്യണം. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസ് സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് വെജിറ്റബിൾസ് വെച്ച് ഇതുപോലെ റാപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് വിശ്വസിച്ച് ഉണ്ടാക്കിയെടുക്കാനും കഴിക്കാനും പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെയല്ല, നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.